അമ്മയുടെ പൊക്കിൾക്കടി കട്ട് ചെയ്യുന്ന സമയത്ത് തന്റെ കഴിഞ്ഞ ജന്മം ആത്മാവിന്റെ സ്മൃതിയിൽ നിന്നും വിട്ടുപോകും. മനസ്സിലായി? അതാണ് കേതു എന്ന് പറയുന്നതാണ് ജ്ഞാനകാരകൻ, അറിവിന്റെ കാരകൻ. അപ്പം അമ്മയുടെ പൊക്കിൾക്കൊടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അറിവുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തെ പറ്റി. അതാണ് പൊക്കിൾക്കൊടിയാണ് കേതു. അപ്പൊ രാഹുകേതുക്കളെ കട്ട് ചെയ്ത ഗ്രഹങ്ങളാണ്. അപ്പം പൊക്കിൾക്കൊടിയാകുന്ന കേതുവിനെ കത്രിയാകുന്ന രാഹു കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ പൂർവജന്മ സ്മൃതി അവിടെ നിന്ന് വിട്ടു. അതാണ് രാഹുകേതുക്കളെ കാണാൻ പറ്റില്ല, നിഴൽ ഗ്രഹങ്ങളാണ്, കണ്ണുകൊണ്ട് ഗ്രസിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് രാഹുകേതുക്കൾ എന്ന് പറയുന്നത് ഒരു നിഴലാണ്, നിഴൽ ഗ്രഹങ്ങളാണ് രാഹുകേതു. ഇവിടെ മുതലാണ് രാഹുകേതുക്കളുടെ സ്വാധീനം ഒരാത്മാവിനെ ബാധിക്കുക. മായയിൽ പെട്ടുപോയി. അതാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് മായയിൽ പെട്ടുപോവുകയാണ്. വീണ്ടും നമ്മൾ ജ്ഞാനത്തെ പ്രാപിക്കണം. അതായത് കേതുവിനെ പ്രാപിക്കണം. കേതുവാണ് ജ്ഞാനകാരകൻ. അത് തന്റെ ആത്മാവിന്റെ കർമ്മവും നല്ലതും ചീത്തതും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചായിരിക്കും ഈ ആത്മാവ് തന്റെ ഞാൻ ആരാണ്, എന്താണ് എന്റെ ദൗത്യം, എന്താണ് എന്റെ ഈ കർമ്മത്തിൽ നിന്നും മുക്തി കിട്ടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കേതു ഇവനെ കൊണ്ട് ചിന്തിപ്പിക്കും. ജ്ഞാനകാരകനായ കേതു ചിന്തിപ്പിച്ച് രാഹു പെയിൻ കൊടുക്കും, ദുരിതങ്ങളെ കൊടുക്കും, കേതു അന്വേഷിച്ചു പോകും. അങ്ങനെ ഒരുവൻ തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ കൊണ്ട് അന്വേഷിച്ച് ചെല്ലണം ഒരു ഉത്തമനായ ജ്യോതിഷിയെ. അതാണ് പറയുന്നത്, സംപ്രേര്യമാണസ്താവശ ശരീരി പ്രസഹ്യ ദൈവേന ശുഭാശുഭേന ജ്യോതിർവിധം സന്നിധി മേദിയസ്മാൽ പ്രശ്നോഭ്യതോ ജന്മസമ ബലേഷഹോ. അപ്പൊ അവശനായ മനുഷ്യൻ സുഖദുഃഖങ്ങൾ കൊണ്ട് ദൈവയോഗത്താൽ പറയുന്നത് അവന്റെ സമയമാകണം. ആ സമയമാകുമ്പോൾ തന്റെ പാസ്റ്റ് കർമ്മങ്ങളെ അറിയാനായിട്ട് അവന് സാധിക്കും. അല്ലാതെ ഇതൊരു പരീക്ഷണമാകുന്ന നിലയിലോ അഹങ്കാര ബുദ്ധിയോടുകൂടിയോ ഈ ശാസ്ത്രത്തെ അഭയം പ്രാപിച്ചാൽ കൃത്യമായ രീതിയിൽ അവർക്ക് ആ കണക്ക് കിട്ടില്ല. ഇതിനൊരു ദൈവ നിശ്ചയമുണ്ട്. ആ സമയത്ത് മാത്രമേ ഒരു ആത്മാവിന് അവന്റെ കർമ്മങ്ങളെ തിരിച്ചറിയുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ 18 സിദ്ധന്മാരിൽ ഒരു സിദ്ധാന്തമാണ് ഭൃഗു സംഹിത. അത് നമുക്കറിയാവുന്നതാണ്. വൈത്തീശ്വരൻ കോവില് നാഡീ ജ്യോതിഷം ഓലയെടുത്ത് വായിക്കുന്ന കർമ്മം. ചില ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ ഓല അവിടെ കാണില്ല. അവന്റെ കർമ്മയായിട്ടില്ല. അവന്റെ സമയമാകുമ്പോൾ മാത്രമേ അവൻ ആ കർമ്മ തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതിനൊരു ഈശ്വരീയമാകുന്ന ഒരു നിയോഗം ഇതിനകത്ത് ഉണ്ടാകണം. അതാണ് നമുക്ക് ഇതിന്റെ ഒരു കാര്യത്തെ പറ്റി ആദ്യം പറയുവാനുള്ളത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കർമ്മ ചിന്തിക്കുമ്പോ പറയും, എങ്ങനെയാണ് ഒരുവൻ ഈ അസ്ട്രോളജിയിൽ പാപകർമ്മങ്ങൾ ചെയ്തത് എന്ന് മനസ്സിലാക്കുക എന്ന്. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കടലാണ്. ഒരുവന്റെ പരമായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. അതുകൊണ്ടാണ് 12 ഭാവങ്ങൾ. ഒരു ഭാഗത്തെ 10 ഭാഗം ഇത് കണക്കായി കഴിഞ്ഞാൽ 12 ഭാഗങ്ങളിൽ എത്ര വരും? 120 വരും. ഈ 120 വർഷം കടക്കത്തില്ല. ഒരു മനുഷ്യന്റെ പുരുഷായുസ് എന്ന് പറയുന്നത് എത്രയാണ്? 120. ശാസ്ത്രമാണ്, കണക്കാണ്. മനസ്സിലായി? ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. കാരണം നിയമം എന്താണ്? ഒരു മനുഷ്യന്റെ പുരുഷായുസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 വർഷമാണ്. ഓരോ ജീവജാലങ്ങൾക്കും ഒരു നിയമം ഉണ്ടല്ലോ. ഇത്ര വയസ്സായിരിക്കും, ഇത്ര ആയുസ്സായിരിക്കും ഓരോ ജീവജാലങ്ങൾക്കും ഉള്ളത്. മനുഷ്യൻ 120 വർഷത്തിന് മേപ്പോട്ട് പോവില്ല. 110, 115 വയസ്സ് വരേക്കും ജീവിച്ച ആൾക്കാര് ഉണ്ട്. ഇന്നെല്ലാം കുറഞ്ഞു. ഇന്നത്തെ ജീവിതം അങ്ങനെയാ. അല്ല, ഇപ്പോഴും പ്രായമുള്ള ആളുകളുണ്ട്. ഉണ്ട്. അതതിന്റെ നിയമമുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വരാം. ആ കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പൊ ഇത് നമ്മുടെ കയ്യിലോട്ട് ഒരു ജ്യോതിഷം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരുവന്റെ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു നിയമം വെച്ചാൽ നമ്മുടെ മുന്നോറുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു നിയമം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഒരുപാട് ആയുസ് ഉള്ള ഒരു വ്യക്തി പെട്ടെന്ന് കണ്ണോടിക്കണം. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യം ഇതിന്റെ നിയമങ്ങൾ. കാരണം നമ്മുടെ മുന്നോറുകളായിരിക്കുന്ന ആൾക്കാര്, നമ്മുടെ പൂർവികർക്ക് അവര് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഈ റൂട്ടിലൂടെ ആയിരിക്കും സഞ്ചാരം പോവുക എന്ന് ഉറപ്പാണ്. എങ്ങനെ ചിന്തിക്കും? ഇപ്പൊ അങ്ങിപ്പം ചോദിച്ചല്ലോ, ദീർഘായുസുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. അതിന്റെ ഒരൊറ്റ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രഹങ്ങള് ഓരോ വർഷങ്ങളുണ്ട്, വയസ്സുണ്ട്. ആദിത്യന് 6, ചന്ദ്രന് 10, ചൊവ്വായ്ക്ക് 7, രാഹുവിന് 18, വ്യാഴത്തിന് 16, ശനിക്ക് 19, ബുധന് 17, കേതുവിന് 7,
ശുക്രന് 20. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ വർഷം പറഞ്ഞതാണ് ശുക്രന്റെ പറഞ്ഞത് 20 വർഷമാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഗ്രഹമാരാണ് ശുക്രൻ. മനസ്സിലായോ? നമ്മുടെ ജാതകത്തിന് അഷ്ടമാധിപനായ ഗ്രഹത്തിന് ലഗ്നത്തിന്റെ 8ാം ഭാവാധിപനായ ഗ്രഹത്തിന് ശുക്രനുമായി യോഗം ചെയ്താൽ 95 വയസ്സിന് മേളിൽ ജീവിച്ചിരുന്ന ആൾ അവരുടെ കുടുംബത്തിലുണ്ടാവും. ഒറ്റ നോട്ടത്തെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതാണ് പൂർവികര് പറഞ്ഞു തന്നിരിക്കുന്ന രഹസ്യങ്ങൾ. മനസ്സിലായോ? വേറൊരു നിയമം, ആയുർകാരകൻ ആരാണ് ജാതകത്തിൽ? ശനിയാണ്. അപ്പൊ ആയുഷിന്റെ കാരകനായ ശനിക്ക് ശുക്രനുമായി യോഗം ചെയ്താൽ ഇതേ കർമ്മത വരും. ദീർഘായുസുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ ചോദിക്കും കുറഞ്ഞ വയസ്സുള്ള ആൾക്കാരുടെ കാര്യം ചോദിക്കും. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കണം. ചിന്ന വയസ്സുള്ള ഗ്രഹങ്ങളെ എടുക്കണം. അപ്പൊ ചിന്ന വയസ്സുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കണം. സൂര്യൻ 6 വർഷമാണ്. അപ്പൊ ചന്ദ്രൻ മധ്യവയസ്സിനെ ചിന്തിക്കാം. ചൊവ്വ, കേതു. അപ്പം ആദിത്യൻ 6, ചന്ദ്രന് 10, ചൊവ്വയ്ക്ക് 7, രാഹുവിന് 18, വ്യാഴത്തിന് 16, ശനിക്ക് 10, ബുധന് 10, കേതുവിന് 7, ശുക്രന് 20. അപ്പം ചിന്ന വയസ്സ് ഗ്രഹങ്ങളാണ് ആരൊക്കെയാണ്? സൂര്യൻ, ചൊവ്വ, കേതു. അപ്പൊ അഷ്ടമാധിപനായ ഗ്രഹത്തിന് ചിന്ന വയസ്സ് ഗ്രഹങ്ങളുമായിട്ട് ബന്ധം വന്നാൽ ബാല്യകാലത്തിൽ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയവര് അവരുടെ കുടുംബത്ത് ഉണ്ടാകും. മനസ്സിലായോ? ചിന്ന വയസ്സ് ഗ്രഹങ്ങളുമായിട്ട് ശനിക്ക് യോഗം ചേർന്നാലും ബാല്യത്തിൽ മരണപ്പെട്ടു പോയവര് അല്ലെ ചെറുപ്രായത്തില്, അതായത് ആയുസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 20 വയസ്സ്